ഇവിടെ എത്തിക്കില്ലെങ്കിൽ നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടം തന്നെ. കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള സ്ഥലമാണിത്. ഇത് നമ്മളെ കാട്ടിക്കുളത്തുനിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. കബനീൻ്റെ തീരത്താണുള്ളത്. കുറേ റീൽസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിരുന്നു റീൽസിൽ. അപ്പോൾ അവിടുന്ന് റീൽസിൽ ഒരാൾ പറഞ്ഞതാണ് സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള അത്രയ്ക്ക് ഗംഭീരമായ സ്ഥലമാണ്. പക്ഷേ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. കണ്ട ബോട്ടിംഗ് ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നത് ബോട്ടിങ് അപ്പുറത്തെ സൈഡിലാണെന്ന് തോന്നുന്നു. ചെറിയൊരു ബോട്ട് പോകുന്ന കാണാം. പിന്നെ ഫോട്ടോ അല്ല, ഇവിടുത്തെ ഒരു ഫോട്ടോ എടുത്താൽ സെറ്റ് സാധനമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുറേ പശുക്കൾ മാത്രമല്ല, നമുക്കത് കുതിരകളുണ്ട്. വണ്ടിയൊക്കെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. ഇവിടെ ഇപ്പം പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ മഴക്കാലത്തൊന്നും ഇവിടെ വരാൻ പറ്റില്ല, ഫുൾ ചളിയായിരിക്കും. ചെറുങ്ങനെ വണ്ടി താണൊക്കെ കലയൊക്കെ കാണുന്നുണ്ട്. ഗംഭീരെന്ന് വെച്ചാൽ ജാതി സ്ഥലമായിരിക്കും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ എത്രയൊക്കെ വർണ്ണിക്കണമെങ്കിൽ അതിന് മാത്രം ഉണ്ട് എന്നുള്ള അർത്ഥം. ഒന്നിക്കൽ രാവിലെ വരിക, അല്ലെങ്കിൽ ഒരു വൈകിട്ട് ഒരു 4 മണിക്ക് 5 മണിക്ക് ശേഷം വരിക. പക്ഷേ ഇവിടെ ഒരു ഫോറസ്റ്റിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. 6 മണിക്ക് ശേഷം ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നത് അതിനേക്കാളും നല്ലത് രാവിലെ പുലർച്ചെ 6 മണിക്ക് ഓപ്പൺ ആവും ചെക്ക് പോസ്റ്റ്. 6 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. പക്ഷേങ്കിൽ വരുന്നതൊക്കെ ശരി, ഇവിടെ അത് നശിപ്പിക്കരുത്. കാരണം റീൽസ് കൊണ്ടുവന്നിട്ട് ഒരുപാട് ആൾക്കാർ, അത് മനുഷ്യന്മാർ എവിടെ കാലുകുത്തി അവിടെ നശിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ എല്ലാവരുടെയും കണ്ടിട്ടുള്ളത്. അതേപോലെ നശിപ്പിക്കാതിരുന്നാൽ മതി സ്ഥലം. ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ടും പിന്നെ അങ്ങനെ പല സാധനങ്ങൾ ഇവിടെ ഇപ്പം വലിങ്ങനൊന്നും പ്രശ്നമൊന്നും കാണുന്നില്ല. ഇതിപ്പോൾ കണ്ട് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ സ്ഥലം നശിപ്പിക്കുന്നുള്ള കാര്യം ഏകദേശം ഒരു തീരുമാനമാവും. എന്നാലും സംഭവം അടിപൊളി സെറ്റ് സ്ഥലമാണ്. ബൈക്കെടുത്ത് ഇതിൽ നിന്ന് 2 റൗണ്ടിൽ ഓടിച്ച് 2 റൗണ്ടിലൊന്നും നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഗംഭീര ഒരുപാട് സ്ഥലം. അങ്ങ് ദൂരെ അങ്ങ് കണ്ടല്ലേ, അങ്ങ് അത്രയും ദൂരെയൊക്കെ പോകാം വണ്ടി എടുത്തിട്ട്. അത്രയ്ക്ക് അതൊരു ഗംഭീര സ്ഥലം തന്നെയാണ്.